ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുക്കർ സാൻഡ്വിച്ചും റോളും റെഡിയാക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു ഇഡ്ഡലി കുക്കർ വെച്ചിട്ട് അല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വയ്ക്കുമ്പോൾ ചിക്കനിലെല്ലാം ഉള്ളിൽ നന്നായിട്ട് തന്നെ ഉപ്പ് പിടിച്ചു വന്നിട്ടുണ്ടാവും. ഇനി ഇതിലോട്ട് ഞാനൊരു 12 വെളുത്തുള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. 10 പിരിയൻ മുളകും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്തതുകൊണ്ടാണ് 10 എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് എഗ്ഗും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എഗ്ഗിന് മുകളിൽ അല്പം ഉപ്പ് കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച ശേഷം 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോഴേക്കും ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുക്കറും തുറന്ന് നോക്കാം. ഇപ്പോൾ എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. എഗ്ഗും ചിക്കനും എല്ലാം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ മാറ്റി വെച്ച ശേഷം എഗ്ഗും മുളകും എല്ലാം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. മുളക് ഇപ്പോൾ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. കാഷ്യൂ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിക്ക് പേസ്റ്റ് പോലെ നല്ല ടേസ്റ്റി ആയിട്ട് ലഭിക്കും. ഇതിലോട്ട് ഇനി 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നാല് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിലും പാലിലും എല്ലാം പിടിക്കാനുള്ള ഒരല്പം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എഗ്ഗിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇതിലോട്ട് ഇനി ഒരു ചീസ് സ്ലൈസും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ചീസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ലഭിക്കും. അതാണ് ചീസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഫില്ലിങ്ങിനുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ കൈ വെച്ചൊന്ന് പിച്ചി ഇട്ട് കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കാബേജ് ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സീഡ്സ് കളഞ്ഞതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസിലോട്ടുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മയോണൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഇനി നമുക്ക് റോളൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ചപ്പാത്തി എടുത്ത് വെച്ച് അല്പം മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിഡിലായിട്ട് അല്പം ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ചപ്പാത്തി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ചിനുള്ള ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു പാനിലോട്ട് അല്പം ബട്ടറോ ഗീയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡിലോട്ട് ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ബ്രെഡിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിന് മുകളിൽ ഒരു ബ്രെഡ് സ്ലൈസും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സാൻഡ്വിച്ചും റോളും എല്ലാം റെഡിയായ ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്